കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് കേരള യൂണിവേഴ്സിറ്റി കലോത്സവ വിവാദം. അതിലിപ്പോൾ അന്നത്തെ ഒരു നൃത്താധ്യാപകൻ്റെ ആത്മഹത്യയൊക്കെ നമ്മൾ കണ്ടു. ആ വാർത്തയിൽ ഇന്നൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. കേരള സർവകലാശാല യുവജനോത്സവ കോഴ വിവാദത്തിന് പിന്നിൽ മുൻ SFIക്കാരെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പരാതി. SFI മുൻ ജില്ലാ ഭാരവാഹി വിധികർത്താക്കളെ സ്വാധീനിക്കാൻ പണം വാഗ്ദാനം ചെയ്തു. പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനർ അക്ഷയാണ് CPM നേതൃത്വത്തിന് പരാതി നൽകിയത്. ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങൾ നൽകും. ഗോപാൽ, ഈ കോഴ വാഗ്ദാനം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, തുടർന്ന് ഒരു അധ്യാപകന്റെ, ഒരു നൃത്താധ്യാപകന്റെ, ജഡ്ജിന്റെ, വിധികർത്താവിന്റെ മരണം, അതിനൊക്കെ ശേഷം ഇപ്പോൾ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പരാതി വരുന്നു. ഇങ്ങനെ ഒരു പരാതി ഉയരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ആ പരാതിയിൽ എന്താണ് പറയുന്നത്? എന്താണ് വിശദാംശങ്ങൾ? സൈഫുദ്ദീൻ, കലോത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽക്കേ തന്നെ വിവിധ മത്സര ഇനങ്ങളിൽ കോഴ ആരോപണം ശക്തമായിരുന്നു. ആദ്യം തിരുവാതിരയിൽ, പിന്നീട് മാർഗം കളിയിൽ, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഓരോ മത്സരങ്ങളിലും ഒത്തുകളി നടന്നുവെന്നും കോഴ വാങ്ങി പണം നൽകിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള അനുകൂലമായ വിധി എഴുതി എന്നും അടക്കമുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പിന്നീട് സംഘർഷങ്ങളുണ്ടായി. അത് ഒടുവിൽ കലോത്സവം റദ്ദാക്കുന്ന അടക്കം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വിഷയത്തിൽ SFIക്കാർ തന്നെ ഒരു ഗ്രൂപ്പിസം, അല്ലെങ്കിൽ SFIക്കുള്ളിലെ ഒരു ഗ്രൂപ്പ് തർക്കം തന്നെ ഇതിന് പിന്നിലുണ്ട് എന്ന തരത്തിലേക്കുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മുൻ SFIയുടെ ജില്ലാ ഭാരവാഹി തന്നെ കോഴ നൽകുന്നതിനായി സമീപിച്ചു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ളൊരു പരാതിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാർത്ത. CPM നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ അക്ഷയാണ്. അക്ഷയ് ഈ തിരുവനന്തപുരത്ത് നടന്ന കേരള സർവകലാശാല കലോത്സവത്തിൻ്റെ പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനർ കൂടിയായിരുന്നു. ഈ കൺവീനറായിരുന്ന അക്ഷയുടെ പ്രധാന ചുമതലകൾ ഈ ജഡ്ജിമാരെ ഏകോപനം ചെയ്യുക, അതിനോടൊപ്പം തന്നെ സ്റ്റേജിൽ കൃത്യസമയത്ത് പരിപാടി നടക്കുന്നു എന്ന് ഉറപ്പാക്കുക എന്നതൊക്കെയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ജഡ്ജിമാരുടെ ഏകോപന ചുമതലയുണ്ടായിരുന്ന അക്ഷയെ മുൻപ് SFIയുടെ തലത്തിൽ, പാർട്ടി തലത്തിൽ അച്ചടക്ക നടപടി നേരിട്ട ഒരു മുൻ ജില്ലാ ഭാരവാഹി പണം നൽകാം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമീപിച്ചുവെന്നും ജഡ്ജിമാരെ സ്വാധീനിക്കുന്നതിനായി 5 ലക്ഷം രൂപ വരെ തനിക്ക് വാഗ്ദാനം ചെയ്തു എന്നതുമാണ് ഈ പരാതിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിൽ SFIക്കുള്ളിൽ നിൽക്കുന്ന ചില പടലപ്പിണക്കങ്ങൾ, ചില തർക്കങ്ങൾ ഇത്തരത്തിലേക്കുള്ള വലിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും കാരണമായി എന്ന തരത്തിലേക്കുള്ള ആക്ഷേപങ്ങളും മറുവശത്ത് ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന SFI ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇത് സംബന്ധിച്ച വലിയ ആരോപണങ്ങളും തർക്കങ്ങളും ചർച്ചകളുമെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ നടക്കാത്ത തരത്തിലേക്കുള്ള, ഏറ്റവും മോശമായ തരത്തിലേക്കുള്ള ഒരു കലോത്സവമാണ് തിരുവനന്തപുരത്ത് ഇക്കുറി നടന്നത് എന്നതായിരുന്നു പ്രധാനമായും പ്രതിപക്ഷ സംഘടനകൾ എല്ലാം തന്നെ ഉയർത്തിയിരുന്ന ഒരു ആക്ഷേപം. അതിന് ബലം നൽകുന്ന, അല്ലെങ്കിൽ അതിന് ശക്തി പകരുന്ന തരത്തിലേക്കുള്ള വെളിപ്പെടുത്തലുകളും പരാതികളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൈഫുദ്ദീൻ.